രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവറെ SIT ചോദ്യം ചെയ്യുന്നു. പ്രത്യേക രഹസ്യ കേന്ദ്രത്തിലാണ് ആൽവിനെ ചോദ്യം ചെയ്യുന്നത്. രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്ന് അല്പം മുമ്പാണ് ആൽവിനെ SIT കസ്റ്റഡിയിലെടുത്തത്. ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഡ്രൈവറായ ആൽവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കുള്ള വഴിയറിയാനാണോ? തന്നെയാണ് ലക്ഷ്മി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടെ മുഴുവൻ സമയമുള്ള ആളാണ് ഈ ആൽവിൻ. അതായത് ആൽവിനും ഒരു പത്തനംതിട്ട സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ആൽവിന്റെ വഴികളെ കുറിച്ചും കൃത്യമായി അറിയാവുന്നത് ആണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ SIT ആൽവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ SITയിലെ ചോദ്യം ചെയ്തിരുന്നത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഫസ്റ്റ് ഉൾപ്പെടെയുള്ളവരായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാവിലെ ഈ ആൽവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വിളിച്ചു വരുത്തിയതാണ്. പിന്നീട് വൈകിട്ടാണ് ഇയാൾ ഫ്ളാറ്റിലെത്തിയത്. ഫ്ളാറ്റിലെത്തിയപ്പോൾ SIT സംഘം വീണ്ടും ഫ്ളാറ്റിലെത്തിയാണ് ഇയാളെ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴികൾ കൃത്യമായി മനസ്സിലാക്കുക എന്ന് തന്നെയാണ് SITയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കണ്ണാടിയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4:50 ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിട്ടുണ്ട്. അത് എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് അവരുടെ കൂടെ മുഴുവൻ സമയമുള്ളവർക്കാണ്. അതിൽ പ്രധാനിയാണ് ആൽവിൻ. അത് തന്നെയാണ് ഇപ്പോൾ SIT സംഘവും അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമം നടത്തുന്നത്. ഇന്ന് നടത്തിയ പരിശോധനകളിൽ പൂർണ്ണമായും അങ്ങനെ തന്നെയായിരുന്നു. രാഹുൽ മുങ്ങിയ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് SITയും ഇവിടെ പാലക്കാട് പോലീസും അതിന് കൃത്യമായി അന്വേഷണം നടത്തി വരുന്നത്. CCTVകൾ കേന്ദ്രീകരിച്ചായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ആൽവിനെ കൂടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം മുഴുവൻ സമയമുള്ളതാണ് ആൽവിനെ കൂടി ഇപ്പോൾ SIT സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഈ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ചോദ്യം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ആൽവിനെ അവിടെ നിന്നും മാറ്റി മറ്റൊരു കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് എവിടെയാണെന്നുള്ളത് അവരുടെ അന്വേഷണ സംഘം തന്നെ കൃത്യമായി വിവരിക്കുന്നില്ല. അത് വിശദമായി ചോദ്യം ചെയ്യുക തന്നെയാണ് ഉദ്ദേശമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ, നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോയമ്പത്തൂരിലേക്കോ മറ്റോ തമിഴ്നാട്ടിലേക്കോ മറ്റോ കടന്നോ എന്ന കാര്യത്തിൽ. അങ്ങനെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടോ? ആ രീതിയിൽ സംസ്ഥാന അതിർത്തിക്ക് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടോ? അന്വേഷണ സംഘത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന 2 ഫോണുകളും ഇന്നലെ വരെ പാലക്കാട് തന്നെയായിരുന്നു അതിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അത് കേന്ദ്രീകരിച്ചു കൂടിയാണ് ഇന്ന് SIT സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പക്ഷേ ആ പരിശോധനയിൽ ഇന്ന് ഫോൺ ഇവിടെയില്ല. അതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടുക അല്ലെങ്കിൽ വഴിതെറ്റിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അത് കൃത്യമായി അതിനുള്ള വഴികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവറെ കൂടി വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആൽവിന് കൃത്യമായി വഴികൾ അറിയാം, പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാം. ഇത്തരം ചർച്ചകളെല്ലാം നടക്കുന്നത് ഈ വാഹനത്തിൽ വെച്ച് തന്നെ ആയിരിക്കണം. ആ വാഹനത്തിൽ ഇവയെല്ലാം കേൾക്കാൻ സാധ്യതയുള്ള ആൾ കൂടിയാണ് ഈ ഡ്രൈവർ ആൽവിൻ. അത് തന്നെയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.